2019 ജയിച്ചു പോയൊരു MP ഉണ്ടായിരുന്നല്ലോ. എന്തുവാ മോനെ പുള്ളിയുടെ പേര്? എന്തുവാ? ഓ, മമ്മീസ് ലിറ്റിൽ ബോയ് മിസ്റ്റർ രാഹുൽ ജി. ഈ അമ്പിളിമാമനെയൊക്കെ കിട്ടി വളർന്ന കൊച്ചായോണ്ടായിരിക്കും. അതിര് കിടന്ന മോഹങ്ങളാണ്. കള്ളൻ ആടി വാങ്ങി പോടുന്നു. മോനുവിന്റെ പ്രധാനമന്ത്രി മോഹമാണ് പ്രൈമറി. ഇപ്പോഴത്തെ സെക്കൻഡറി മോഹം എന്താണെന്നല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്തു? ഇജാതി റെലവന്റ് ചോദ്യം. ആരാണ് ഈ ചോദിക്കണം? കൈക്കൂലി അഥവാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിൽ മൂന്നാമതാണ് മോനുസും ടീംസും. 100 അല്ല, 1421 കോടിയാണ് വാങ്ങിയത്. പോരാഞ്ഞിട്ട് അളിയൻ റോബർട്ട് വാദ്രയെ ഇപ്പൊ പിടിച്ചോണ്ട് പോകും എന്ന ഗതി വന്നപ്പോ 170 കോടിയുടെ അഴിമതി ബോണ്ട വാങ്ങി അളിയനെ നൈസായിട്ട് ഡീൽ ചെയ്ത വലിയ ടീമാണിത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് ചോദിക്കാൻ വോയിസ് ഉള്ള ഒരേ ഒരാള് മോനുസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മോനുസിന് എന്താണ് പിണറായി വിജയനോട് ഇത്ര കലിപ്പെന്നല്ലേ? പറഞ്ഞുതരാം. CAA വിഷയം, കർഷക സമരം, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, പിന്നെ ED അറസ്റ്റ് എന്നിങ്ങനെ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക് കാര്യമായിട്ട് പണി കിട്ടിയ വിഷയങ്ങളിലൊന്നും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മോനുസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ കാര്യമായിട്ട് ഈ രാജ്യത്ത് നടക്കുമ്പോൾ മോനുസ് തമിഴ്നാട്ടിലെ ഏതോ ഫുഡ് ബ്ലോഗിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇജാതി പ്രതിബദ്ധതയുള്ള മനുഷ്യൻ. ഇക്കാര്യം പിണറായി വിജയൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. മോനുസിനെ അത് പിടിച്ചില്ല, ഇയാളെയൊക്കെ പിടിച്ച് ജയിലിടാൻ സമയമായില്ലേ, വൈ ഈസ് ദിസ് ഗൈ ഔട്ട്സൈഡ് എന്നൊക്കെ. ഇതിൽ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ ലിറ്റിൽ ബോയ് പിണറായിയോട് പറയുന്നു മോദിയെ എതിർക്കുന്നു. ഏത്? മോദിയെ പേടിച്ച് ലീഗിന്റെ കൊടി പൊക്കാത്ത, ഭാരത് ജോഡോ യാത്രയ്ക്ക് വരെ ദൈവങ്ങളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് മാർക്കിട്ട അതേ മോനൂസ് പിണറായിയോട് പറയുന്നു മോദിനെ എതിർക്കാൻ. അത് ഇനി മോദിനെ മാത്രം എതിർക്ക് എന്നെ എതിർക്കല്ലേ എന്നുള്ള കച്ചിലാണോ ഇത്? എങ്ങനെ സാധിക്കുന്നതാവും? BJP തകർക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ പോയി BJP ചെയ്യാം എന്നൊരു മൂഡാണ് മോനൂസിന്. മോനൂസ് കേരളത്തിലെങ്ങാൻ വന്ന് ലീഗിന്റെ കൊടി പൊക്കുവോ എന്ന് നോക്കി ഇരിക്കുകയായിരുന്നു നമ്മുടെ BJP. മോനൂസിനോടാണ് കളി. ലീഗിന്റെ പോയിട്ട് കോൺഗ്രസിന്റെ തന്നെ കൊടി പൊക്കിയിട്ടില്ല. നമ്മുടെ കൊടി പൊക്കി കഴിഞ്ഞാൽ പിന്നെ ലീഗിന്റെയും പൊക്കേണ്ടി വരൂലേ? ഇനി പച്ചയെങ്ങാനും പൊക്കി കഴിഞ്ഞാൽ എന്റെ പൊന്നോ, എന്താണ് ഇവിടെ നടക്കാൻ പോണത്? കൊടിയേ വേണ്ട, പ്രശ്നം തീർന്നില്ല. നമുക്ക് ലീഗിന്റെ വോട്ട് മാത്രം മതി. അതിനുവേണ്ടി എന്ത് തറ പരിപാടി നമുക്ക് കാണിക്കാൻ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ തവണ 2 മത്സരിച്ച് മാസ് കാണിച്ച മോനൂസ് ഇത്തവണ വയനാട് മാത്രമേ മാസ് കാണിക്കുന്നുള്ളൂ. അമേഠിയുടെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അറിവ്. എന്താ മോനെ, പേടിയാണോ? ഒരു തവണ പാട്ടും പാടി തോറ്റത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണുമല്ലേ? വ്യക്തമാണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് മറ്റേ ചായക്കടയൊക്കെ സന്ദർശിച്ച് പോയാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. അവിടെ അങ്ങനെയല്ല. പിന്നെ BJPയെ പഴയ പോലെ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് എതിർക്കാനുള്ള ധൈര്യത്തിന്റെ ഒരു ലഭ്യതക്കുറവും കൂടെ മോനൂസിന് ഇപ്പൊ ഉണ്ട്. അതും വ്യക്തമാണ്. ബോണ്ടയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. മോനൂസ് ഇങ്ങനെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇത്രയ്ക്ക് രാഷ്ട്രീയ ബോധമില്ലാത്ത കേരളത്തിലെ ഒരിടതുപക്ഷ നേതാവും സംസാരിക്കൂല എന്ന് മോനൂസിന് നന്നായിട്ടാണ്. അപ്പൊ പിന്നെ എന്തിന് കേരളം വിട്ടു പോണം? കേരളത്തിലെ പിള്ളേരുടെ ആ ഭാവി പ്രധാനമന്ത്രി എന്ന വിളി കേൾക്കാൻ എന്തൊരു രസമാണ്, എന്തൊരു സംഗീതാത്മക വിശേഷണം. ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നാളാന്നൊക്കെ.